സമയം വളരെ വൈകിപ്പോയി. പ്രസംഗമൊക്കെ ആവശ്യത്തിനുണ്ടായിട്ടുണ്ട്. ഇനി എൻ്റെ പ്രസംഗം ഞാൻ അടുത്ത ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ കേൾക്കാൻ പോവാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ സമയത്ത് പ്രസംഗിക്കണില്ല. ഞാൻ ചെറിയൊരു ദുആ വരുന്ന അവസാനിപ്പിക്കും. എല്ലാവരും സമസ്തൻ്റെ പിന്നിൽ അടിയുറച്ച് നിൽക്കുക, സമസ്തക്ക് വേണ്ടി പ്രവർത്തിക്കുക. അപ്പോൾ അവിടെ പറഞ്ഞല്ലോ എല്ലാവരും, ഇത് ഒരിക്കലും പറഞ്ഞത് മാറ്റി തിരുത്തേണ്ട ആവശ്യമില്ലാത്ത ഒരു പ്രസ്ഥാനമാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. അപ്പോൾ ജീവിതത്തിൽ ഇതുവരെ പറഞ്ഞതൊന്നും നമ്മൾ മാറ്റിയില്ല. നമ്മളെ ഫത്വകൾ മാറ്റി കൊടുക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. നമ്മളെ തീരുമാനങ്ങൾ, അതുപോലെ തന്നെ നമ്മളെ അഖീദകൾ നമ്മൾക്ക് മാറ്റി പറയേണ്ട ഒരാവശ്യം വന്നിട്ടില്ല. ഇപ്പോൾ തറാവീഹ്, അതുപോലെ നമ്മളെ വിശ്വാസങ്ങൾ ആണെങ്കിലും നമ്മളെ മറ്റുള്ള കർമ്മങ്ങളാണെങ്കിൽ തറാവീഹ് 20 നമ്മൾ അന്നൊന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുത്തുബ ഭാഷ ചെയ്യാൻ പറ്റൂല, അത് അറബി തന്നെ ആവണമെന്ന് നമ്മൾ അന്നൊന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊന്നും ഒരു മാറ്റമില്ല. അള്ളാഹുവിൻ്റെ അമ്പിയാക്കന്മാരോട്, അള്ളാഹുവിൻ്റെ ഔലിയാവിനോടൊക്കെ ഇസ്തിഗാസ ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മൾ യാതൊരു മാറ്റം വരുത്തിയിട്ടില്ല. അവരെ തപസ്സുൽ ചെയ്തുകൊണ്ട്. എന്നാലും ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഞാൻ ഇന്നലെ ഒരു പരിപാടിക്ക് പോയപ്പോൾ അവിടെ ഒരു അറബ് രാജ്യത്തു നിന്നുള്ള ഒരുപാട് പ്രതിനിധികളുണ്ടായിരുന്നു. അപ്പോൾ അവർ പിന്നെ ഞാൻ എന്നോട് ദുആ ചെയ്യാൻ പറഞ്ഞപ്പോൾ ഞാൻ അപ്പോഴുള്ളൊരു മിസ്റിലുള്ളൊരു ഷേഖ് ഉണ്ട്, അയാളോട് നിങ്ങൾ ദ്വാരക്കുന്നു. അപ്പോൾ അയാൾ കൂട്ടാക്കിയില്ല. അപ്പോൾ അവർ പറഞ്ഞു പിന്നെ സയ്യിദുൽ ഉലമ അവിടുന്ന് ദ്വാരുന്നോളും. അങ്ങനെ അയാളാണ് ദുആ തുടങ്ങിയപ്പോൾ ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി. ഈ ലോകത്ത് തഅ്ലീം ചെയ്യപ്പെടേണ്ട ഏതെല്ലാം സാധനങ്ങളുണ്ടോ അതിനൊക്കെ തവസ്സുൽ ചെയ്തുകൊണ്ടാണ് നടക്കുന്നത്. കഅബനെ തവസ്സുൽ അല്ലാഹുമ്മ ബിഹഖിൽ കഅബത്തിൽ മുശറഫ വബിഹഖിർ റുക്ൻ ഇങ്ങനെ പറഞ്ഞിട്ട് കഅബത്തിനെയും മഖാമ ഇബ്രാഹിമിനെയും അങ്ങനെ അമ്പിയ ഔലിയാവിനെയൊക്കെ തവസ്സുൽ ചെയ്തുകൊണ്ട് ദ്വാരക്കണം. അപ്പോൾ ലോക മുസ്ലിങ്ങൾ ഈ വിശ്വാസത്തിന്മേലാണുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ അതിൻ്റെ ആശയങ്ങളും ആദർശങ്ങളും അതിൻ്റെ വിശ്വാസങ്ങളൊക്കെ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് നേരിട്ട് സഹാബത്ത് പഠിച്ചതാണ്. അവരിൽ നിന്ന് താബീങ്ങൾ പഠിച്ച് വിശുദ്ധമായ പരമ്പരയിൽ കൂടി നമുക്ക് ലഭിക്കപ്പെട്ടതാണ്. ഇതൊന്നും നമ്മൾ മറ്റ് ഏതെങ്കിലും നിലക്കുള്ള ശാസ്ത്ര സാങ്കേതികമായ ഒരു പ്രബലപ്പെടുത്തലിൻ്റെ ആവശ്യമില്ല നമുക്ക്. അള്ളി റസൂൽ പറഞ്ഞത് സ്വീകരിക്കുക എന്നുള്ളതാണ്. മഹാനാവുന്ന ഇമാം ബിൻ റാസി തങ്ങൾ നിസാബൂരിൽ ചെന്നപ്പോൾ എല്ലാവരും ഈ ഇമാം റാസി തങ്ങളെ കാണാൻ ചെന്നു. അപ്പോൾ ഇമാം റാസി തങ്ങൾ ആരാന്നുള്ളത് അവിടെ പരിചയപ്പെടുത്തി. എല്ലാ ഇൽമിൻ്റെ എല്ലാ കലയിലും വലിയ പണ്ഡിതനാണ്, ധാരാളം ഗ്രന്ഥങ്ങൾ എഴുതിയ ആളാണ്, ഓരോ വിഷയത്തിലും ധാരാളം ഗ്രന്ഥങ്ങൾ എഴുതിയ ആളാണ്, വലിയ തഫ്സീർ എഴുതിയ ആളാണെന്നൊക്കെ പറഞ്ഞു. അത് അപ്പോൾ അവിടെ ഒരു സ്ത്രീ മാത്രം ഇമാം റാസി തങ്ങളെ കാണാൻ പോയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ സ്ത്രീനോട് ജനങ്ങൾ പോയി പറഞ്ഞു, എന്തടി ഇത്ര വലിയ മഹാൻ വന്നിട്ട് നീ കാണാൻ പോകാഞ്ഞെന്ന് ചോദിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇമാം റാസി ആരാന്ന് എനിക്കറിയോ? 1000 ലക്ഷ്യങ്ങളെ കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണ്ട് എന്ന് സ്ഥിരപ്പെടുത്തിയ മഹാനാണ് മൂപ്പര് എന്ന് പറഞ്ഞു. അപ്പം ഈ സ്ത്രീ പറഞ്ഞ മറുപടി ഉണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, എനിക്ക് അയാളെ 1000 ലക്ഷത്തിലേക്കൊന്നും ആവശ്യമില്ല, അള്ളാഹ് ഉണ്ട് എന്നുള്ളത് വിശ്വസിക്കാൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണ്ട് എന്നുള്ളത് അള്ളാഹുവും റസൂലും പറഞ്ഞു, ഞാനത് വിശ്വസിച്ചു. ഇത് ഇമാം റാസി തങ്ങളോട് ജനങ്ങൾ ചെന്ന് പറഞ്ഞു, ഇവിടെ ഒരു പെണ്ണുണ്ട്, ആ പെണ്ണിനോട് നിങ്ങളെ വന്ന് കാണാൻ പറഞ്ഞു, നിങ്ങളെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കാൻ പറഞ്ഞു, നിങ്ങൾ 1000 ലക്ഷ്യങ്ങളെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ട് എന്ന് ഇത്ബാത്ത് ചെയ്ത സ്ഥിരപ്പെടുത്തിയ മഹാനാണെന്നൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞ ഇതാണ്, എനിക്ക് നിങ്ങളെ 1000 ലക്ഷത്തിലേക്കൊന്നും ആവശ്യമില്ല, അള്ളാഹ് ഉണ്ട് എന്നുള്ളത് അള്ളാഹ് പറഞ്ഞല്ലോ, അള്ളാഹ് റസൂലും പറഞ്ഞു, ഞാൻ അള്ളാഹ് ഉണ്ട് എന്ന് വിശ്വസിക്കണം, അള്ളാഹിൻ്റെ സിഫാത്തുകളെ കൊണ്ട് വിശ്വസിക്കണം, അള്ളാഹുവിൻ്റെ റസൂലിനെ കൊണ്ട് വിശ്വസിക്കണമെന്ന്. അപ്പോൾ ഇമാം റാസി തങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട്, അല്ലാഹുമ്മ ഈമാനൻക ഈമാനിൽ അജൂസ്, ഈ വൃദ്ധസ്ത്രീൻ്റെ ഈമാൻ പോലാത്തൊരു ഈമാൻ കൊണ്ടാണ്. അപ്പം നമ്മളിതിൻ്റെ ഒന്നും വയ്യാതെ പോകേണ്ട ആവശ്യമില്ല. അള്ളാഹും റസൂലും പറഞ്ഞത് അത് വിശ്വസിക്കുക, അത് വിശ്വസിച്ച് പോന്നാൽ യാതൊരു കുഴപ്പമില്ല. പിന്നെ അതിന് അതിൻ്റെ പിന്നിൽ ശാസ്ത്രമുണ്ടോ മറ്റോ ഉണ്ടോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ മുഅ്മിനീങ്ങളല്ലേ, അള്ളാഹും റസൂലും പറഞ്ഞ് വിശ്വസിക്കുക, ആ നിലക്ക് നമ്മൾ മുന്നോട്ട് പോവുക. അതൊക്കെ ശുഐബായിത്തെയും പ്രസംഗിച്ചു. മഹാന്മാരാവുന്ന പല അയിമ്മത്തും പറഞ്ഞതുപോലെ പിന്നീട് ശാസ്ത്രം അതിനെ തെളിയിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആകാശത്ത് കൂടി പറഞ്ഞു നമുക്കത് അത്ഭുതം ചെയ്തു. മുമ്പ് റസൂലുള്ളാഹി ബഹിരാകാശ പിന്നെ സഞ്ചാരം നടത്തിയെന്ന് പറഞ്ഞു, നമുക്ക് അത്ഭുതം ഉണ്ടായിരുന്നു. നമ്മളെ എങ്ങനെ ഇപ്പം അങ്ങനെ ഉണ്ടാവാം? വിശ്വസിക്കാൻ കഴിയാത്ത ചിലർ പറഞ്ഞു അള്ളാഹു റസൂലിൻ്റെ റൂഹാണ് പോയിട്ടുള്ളത്, ജസദ് പോയിട്ടില്ല. മുജാഹിദീങ്ങളൊക്കെ വിശ്വാസം അതാണ്. നമ്മൾ അങ്ങനെയല്ല വിശ്വസിച്ചു. നമ്മൾ റസൂലുള്ളാഹിൻ്റെ റൂഹും റസൂലുള്ളാഹിൻ്റെ ശരീരവും ഒന്നായിട്ട് ബഹിരാകാശ സഞ്ചാരം നടത്തിയെന്നാണ് നമ്മൾ പറഞ്ഞത്.
പിന്നീട് ഇപ്പം അങ്ങനെ ആത്മാവ് മാത്രമല്ല ശരീരത്തിനും കൂടി ബഹിരാകാശ സഞ്ചാരം നടത്താമെന്ന് തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ എല്ലാം തെളിയിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് അല്ലാതെ ഈ പുതിയതിൻ്റെ പിന്നിലൊന്നും ആരും പോകണ്ട. അതൊക്കെ നാശത്തിലേക്കുള്ള പോക്കായിരിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആലാൻ്റെ വിശുദ്ധമായ ദീന് അത് മനസ്സിലാക്കേണ്ട രൂപത്തിൽ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എന്നുള്ളത് മഹാന്മാരാകുന്ന അയിമ്മത്ത് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതാണ് അല്ലാഹുമ്മ ഈമാനക ഈമാനിൽ അജൂസ്, ഈ വൃദ്ധസ്ത്രീൻ്റെ ഈമാൻ പോലത്തെ ഒരു ഈമാൻ ഉണ്ടായാൽ മതി എന്ന് പറയാൻ കാരണം. അപ്പോൾ ഏതായാലും ആ നിലക്ക് കുറച്ച് സമസ്തൻ്റെ പിന്നിൽ നിൽക്കുക. അത് നമ്മളെ ആഖിറത്തിലേക്ക് ഉള്ള ഒരു പാലാണ്, അത് സ്വർഗത്തിലേക്കുള്ളൊരു പാലാണ്. ആ നിലക്ക് അതിന് പിന്നിൽ ഉറച്ചു നിന്നുകൊണ്ട് നമ്മൾ ഈമാൻ സലാമത്തിലാവണം. മരിക്കുമ്പോൾ ഈമാനോടുകൂടെ മരിക്കണം, മഹാന്മാരോടുകൂടെ സ്വർഗത്തിൽ പോകണം. അതാണ് നമ്മളെ ഏറ്റവും വലിയ ആവശ്യം. അതാണല്ലോ, അത് രക്ഷപ്പെടണം. മറ്റുള്ള ഭൗതികമാവുന്ന ഈ കാണുന്നതൊക്കെ ഇതൊക്കെ നീങ്ങി പോകുന്ന സംഗതികളാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ പ്രസ്ഥാനത്തിൻ്റെ പിന്നിൽ അടിയുറച്ച് നിൽക്കുക. അതിൻ്റെ 100ാം വാർഷിക സമ്മേളനം അടുത്ത 2026 ഫെബ്രുവരിയിൽ 4 മുതൽ 8 വരെ പുനിയിൽ വെച്ചുകൊണ്ട് നടത്തപ്പെടുകയാണ്. അതിനോട് എല്ലാവരും സഹകരിക്കുക. അതിൻ്റെ വിജയത്തിന് വേണ്ടി ദുആ ചെയ്യുക.